ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതിന് പിറകിൽ കളിച്ചത് ശിവാനിയാണെന്നുള്ള സത്യം പ്രണവ് മനസ്സിലാക്കണം കേട്ടോ. പിന്നീട് ഇങ്ങനെ പാറു പൊട്ടിക്കരണ്ട്, എൻ്റെ പൊന്നും മകനെ എനിക്ക് നഷ്ടമായല്ലോ, ഇപ്പൊ ഈ കുടുംബത്തിന്റെ അവകാശം അവന് വേണ്ടെന്ന് വെച്ചു, എൻ്റെ മകൻ എന്നെ വിട്ടുപോയി, അവനിനി എനിക്ക് കിട്ടില്ല, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ച് നടന്നത് ഇത്രയും നാളും മറ്റുള്ളവരുടെ അടിമയായി നടന്നതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നല്ലോ, എന്നിട്ട് എൻ്റെ മകനെ എനിക്ക് നഷ്ടമായി, എന്നേക്കുമായി എൻ്റെ മകനെ നഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവണിട്ട്. ഇത് കാണുന്ന വസുന്ധരയുടെ നെഞ്ചു പോലും പൊട്ടിപ്പോവാണ്. അങ്ങനെ ഇങ്ങനെ താഴെ ഇരുന്ന് നിലത്തങ്ങ് കമിഴ്ന്നടിച്ച് ഇരുന്ന് ഇങ്ങനെ കരയാണ് പാറു. അത് കാണുന്ന അമ്മ അങ്ങനെ കരയില്ലേ എന്നിങ്ങനെ പ്രണവ് പറയുന്നുണ്ട് കേട്ടോ. അത് കണ്ടുകൊടുന്നതിന് വസുന്ധര പറയണേ, ഏട്ടത്തി ഇങ്ങനെ കരയില്ലേ, ഏട്ടത്തി ഇങ്ങനെ കരയുമ്പോൾ എൻ്റെ നെഞ്ച് തകരുന്നേ, ഏട്ടത്തിയുടെ മാത്രം മകനല്ലല്ലോ, എൻ്റെ മകനും അല്ലേ, എൻ്റെ മകനെ ഞാൻ ഈ വീട്ടിലോട്ട് തിരികെ കൊണ്ടുവരും, അത് ഏട്ടത്തിക്ക് തരുന്ന വാക്കാണ്, ഞാൻ ഒരിക്കലും എൻ്റെ മകനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് കേട്ടോടുന്നതിന് ശിവാനിയാണെങ്കിൽ അത് ഇനി നടക്കും, സ്വത്തുക്കൾ എൻ്റെ പേരിലാവാൻ പോവാണ്, ഇനി ഒരിക്കലും അതൊന്നും നടക്കത്തില്ല എന്ന് ശിവാനി പറയുന്നുണ്ട് കേട്ടോ. ശിവാനി ഇത് മനസ്സിലാണ് പറയുന്നത്. എന്നാൽ ഈ സമയം ശിവാനി അകത്തോട്ട് കയറിപ്പോകും. ഇതേ സമയം പാറു ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുമ്പോൾ പ്രണവും വസുന്ധരയെ ഇങ്ങനെ ആശ്വസിപ്പിച്ചും കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശിവാനി ആണെങ്കിൽ എൻ്റെ കണക്ക് കൂട്ടലുകൾ എത്ര പെട്ടെന്നാണ് ഈശ്വരൻ നടത്തി തന്നത്, എന്തായാലും അയാൾക്ക് ആ സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനാണ് ഈ വീടിൻ്റെ അവകാശി, എന്തിനും പറയണേ, യാമിനി പോലും ഈ വീടിന് അവകാശമില്ല, എനിക്കാണല്ലോ ഈശ്വരൻ എല്ലാം തന്നിരിക്കുന്നത്, എന്തായാലും ഞാൻ ഭാഗ്യവാൻ എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തായാലും എനിക്ക് വലിയ ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശിവാനി. ആ സമയം കാണാൻ പ്രണവ് എടുത്ത് ചാടി കൊണ്ട് ദേഷ്യത്തോടു കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പ്രണവിനെ കണ്ടോടും തന്നെ ശിവാനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശിവാനി പറയുന്നു, പ്രണവ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ മിണ്ടരുതിന്, നീ ഒരൊറ്റ ഒരുത്തിയല്ലേ ഇതിന് പിറകിൽ കളിച്ചത്, എന്താ പ്രണവ് ഈ പറയുന്നത്, എന്നോട് നീ അധികം കളിക്കണ്ട, അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയട്ടോ. ഇത് കേട്ടോടും തന്നെ എന്താ നീ ഇങ്ങനെ പറയുന്ന പ്രണവ്, അതെ എൻ്റെ ഏട്ടനെ നീ ഒറ്റൊരുത്തിയാണ്, ഇവിടെ ദത്തുപുത്രൻ എന്ന പേരും പറഞ്ഞ് ഇവിടെ നീ അനാഥയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏട്ടനെ നീ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇനിയും നിന്റെ കൈകളാണ് ഇതിൽ കളിച്ചിരിക്കുന്നത്, എന്താണെന്നറിയോ, വക്കീലിൻ്റെ ബുദ്ധിയോടുകൂടിയാണ് നീ ഇത് ചെയ്തത്, അതെന്താ പ്രണവ് നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, അതെ എൻ്റെ അമ്മക്ക് 2 മക്കളാണ്, ഒന്ന് യാമിനിയും ഒന്ന് ഞാനും, എൻ്റെ ഏട്ടൻ 2 പേരെയും തിരിച്ചു കണ്ടിട്ടില്ല, വേർതിരിപ്പോടുകൂടി ഇന്ന് വരെ ഏട്ടൻ ഞങ്ങളോട് പെരുമാറിയിട്ടില്ല, പക്ഷേ ഇതിൽ സ്വത്തുക്കൾ ഭാഗം ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് ശിവാനിക്കും പ്രണവിനും എന്നാണ്, അപ്പൊ ശിവാനി എന്ന പേര് എഴുതണമെന്നുണ്ടെങ്കിൽ യാതൊരു എൻ്റെ ഭാര്യ എന്നുള്ള പദവി മാത്രമല്ലേ എനിക്ക് ഈ വീട്ടിലുള്ളൂ, അല്ലാതെ എന്ത് രക്തബന്ധമാണ് നീ ഞങ്ങൾക്കിടയിലുള്ളത്, എൻ്റെ ഭാര്യ എന്ന പദവി മാത്രം, ആ ഒരു ഭാര്യയ്ക്ക് ഈ സ്വത്ത് എൻ്റെ ഏട്ടൻ ഒരിക്കലും എഴുതി കൊടുക്കില്ല, എന്തുകൊണ്ട് യാമിനിയുടെ പേര് വന്നില്ല, അപ്പൊ അതിന് പിറകിൽ കളിച്ചത് നീയല്ലേ പ്രണവ്, ഞാനല്ല, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ എൻ്റെ ഏട്ടനെ നീ എവിടെ പോയി കണ്ട്, എൻ്റെ ഏട്ടനെ എന്തൊക്കെയോ പറഞ്ഞ് ബലം പ്രയോഗിച്ച് നീ ഈ പേപ്പർ എഴുതി ഒപ്പിട്ട് വാങ്ങിയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രണവ് നീ എന്നെ വിശ്വസിക്കും, പ്രണവ് ദയവ് ചെയ്ത് നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ, നമ്മുടെ കുഞ്ഞാണ് സത്യം, ഒരിക്കലും ഞാനത് ചെയ്യില്ല, മിണ്ടരുത്, നീ ഗർഭിണി ആയതുകൊണ്ട് നിന്നെ ഞാൻ കൈവെക്കുന്നില്ല, അല്ല എങ്കിൽ തുണ്ടമായി വെട്ടിയിട്ടെന്നെ, നിന്നെ പോലത്തെ ഒരു പെണ്ണാണല്ലോ എന്ന് പറയുമ്പോൾ പ്രണവ് ഞാൻ ചതിച്ചിട്ടില്ല, മിണ്ടരുത്, നീ തന്നെയാണ് ഇതിൽ ചതി കളിച്ചിരിക്കുന്നത്, എൻ്റെ ഏട്ടൻ ഈ വീട് വിട്ടിറങ്ങാനും ഇപ്പൊ ഈ സ്വത്തുക്കൾ എൻ്റെയും നിന്റെയും പേരിൽ വന്നതിൽ തന്നെ എനിക്ക് ഇതിൽ സംശയം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ ഞാൻ തെളിയിക്കും, അത് കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് പിന്നെ ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പ്രണവ് പറയണിട്ട. ഇത് കേട്ടിട്ടൊന്നും ശിവാനിക്ക് പേടിയാവുന്നില്ല. ആ സമയം ഒന്ന് പേടിക്കുമെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ശിവാനി പതിന്മടങ്ങോടുകൂടി ഉയർത്തി എഴുന്നേൽക്കണിട്ട. പിന്നീടാണെങ്കിലും നിധിയാണ് കാണിക്കുന്നത്. പലചരക്ക് കടയിൽ നിധി സാധനം വാങ്ങാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ 130 രൂപ കൊടുക്കാനുണ്ട്, അതിൽ 10 രൂപ കുറവാണ്. അപ്പം നിധി പറയണേ, സാറേ ഞാൻ നാളെ വരുമ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ ആ ഒരു ആളോട് പറയണ്ട. അപ്പോൾ അയാൾ പറയണേ, ഞങ്ങളിവിടെ 1 രൂപ പോലും ആർക്കും കടം കൊടുക്കാറില്ല എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം അയ്യോ 10 രൂപയുടെ കുറവുള്ളത് ഞാൻ നാളെ തരാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടി, കടത്തിന് ഇവിടെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ഒരു സാധനം വിറ്റാതെ ചിലപ്പോൾ 5 രൂപ 10 രൂപയൊക്കെയാണ് ലാഭം കിട്ടുക, അതുപോലെ നഷ്ടപ്പെടും, അതുകൊണ്ട് തരത്തില്ല എന്ന് പറയണ്ട. അപ്പോൾ കാണാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പാറു വന്ന്, ഇതാ 10 രൂപ ഇവർക്കുള്ള സാധനം കൊടുക്കുക. അത് കാണുന്ന ഇത് ഞെട്ടിപ്പോണ്ടിട്ട, ഈശ്വര അമ്മ വന്നിരിക്കുന്ന എന്ന വാത്തിലോട് കൂടി നിൽക്കണിട്ടോ. അപ്പോൾ ഉടൻ തന്നെ വേണ്ട അമ്മ സാധനങ്ങൾക്കുള്ള പൈസ കൊടുക്കേണ്ട, അതെന്താ ഞാൻ കൊടുത്താൽ കുഴപ്പം, ഇതാ 10 രൂപ സാധനം ഇവർക്ക് കൊടുക്കുക, അത് വേണ്ട ഞാൻ നാളെ വന്ന് സാധനം വാങ്ങിക്കോളാം, നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്, ഇത് 10 രൂപ ആ സാധനങ്ങളെല്ലാം ഒന്നിച്ചിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ 10 രൂപയും കൊടുത്തിട്ട് നിധി അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ആ
10 രൂപ അമ്മ കൊടുക്കരുതായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഇവരെ വെച്ചിരിക്കുന്നു, നീ നിനക്ക് പണം ഉണ്ടാകുമ്പോൾ എൻ്റെ ഓൺലൈൻ പേക്ക് അങ്ങ് അയച്ചു തന്നാളെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്താ അമ്മ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം, ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് തപ്പിപ്പിടിക്കുമ്പോൾ വാ നമുക്ക് ഗൗതമിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ എൻ്റെ അഡ്രസ്സ് അറിയാമെന്ന് ചോദിക്കാനിട്ട് അത് കേട്ട ഉടനെ അമ്മയ്ക്ക് എങ്ങനെ അഡ്രസ്സ് അറിയാമെന്ന, എൻ്റെ വീട്ടിലോട്ട് ഒരു സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊരു ലെറ്റർ വായിച്ചിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ അഡ്രസ്സ് ഉണ്ടാവുമെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി എന്താ അമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. ശിവാനിയുടെയും പ്രണവിൻ്റെയും പേരിൽ എല്ലാ സ്വത്തുക്കളും അവൻ്റെ എഴുതി കൊടുക്കുമെന്ന് അവൻ പറഞ്ഞിട്ട് ഒരു പേപ്പർ അങ്ങോട്ടേക്ക് അയച്ചിരുന്നല്ലോ, ഒരു വക്കീൽ നോട്ടീസ്, അത് നീ അറിഞ്ഞിട്ടില്ലേ? ഇല്ല അമ്മ, സത്യമായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ എല്ലാ അഡ്രസ്സും അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും നീ ഒന്ന് കരുതിക്കോ, നിങ്ങളെല്ലാവരുടെ കളിക്കുമ്പോൾ എന്നെ നിങ്ങൾ എത്രമാത്രം വേദനിക്കും. അമ്മ ഞാൻ സത്യമായിട്ടും ഒന്നും അറിഞ്ഞിട്ടില്ല, എന്നെ വെറുതെ കുറ്റപ്പെടുത്തില്ല എന്ന് നിധി പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഈ വഴി എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ CBI വെച്ചിട്ട് വഴി കണ്ടുപിടിച്ചതാടി. എന്നാൽ നിനക്ക് കുഴപ്പമുണ്ടോ, നിനക്കല്ലേ എന്നെ അമ്മയായി കാണാൻ പറ്റാത്തുള്ളൂ, പക്ഷെ നിങ്ങൾ എൻ്റെ മക്കൾ തന്നെയാണ്, ഞാൻ എൻ്റെ മോളെ പോലെയല്ലേ വളർത്തിയത്, എന്നിട്ട് എൻ്റെ മകൻ എവിടെ താമസിക്കുന്നതെന്ന് നീ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ അടുത്തോട്ട് നിധി തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ആ വീട് കാണുന്ന പാറു സങ്കടപ്പെടാണ്, ഈശ്വര എൻ്റെ മോന് ഈ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ചോദിക്കാനായിട്ട്. അപ്പോഴേക്കും ഗൗതം എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ കെട്ടിപ്പിടിക്കാനായിട്ട്. ഈ സമയം ഗൗതം ആകെ ഒന്ന് പതറും, തൻ്റെ അമ്മയെ കാണുമ്പോൾ മനസ്സൊന്ന് ആടി ഉലയോട്ടോ. ഗൗതം എന്തിനാണ് ഈ അമ്മയോട് നീ ഇങ്ങനെയുള്ള പാവങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ അമ്മ എപ്പോഴും നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, എന്തെങ്കിലും ഒരു വേർതിരിവ് ഈ അമ്മ നിനക്ക് ചെയ്തിട്ടുണ്ടോ? ഇന്നേ വരെ ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ പൊന്നു മോനെയല്ലേ ഞാൻ സ്നേഹിച്ചത്, ഞാൻ എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ നെഞ്ചിലെ ഭാരം എത്രത്തോളം വലുതായിരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട്. അപ്പോഴും ഗൗതം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഈ സമയം എടാ നീ ഇറങ്ങിപ്പോയിട്ടും എൻ്റെ നെഞ്ചിലോട്ട് കത്തി കൊണ്ട് കുത്തി മുറിയാക്കുന്നത് എന്തിനാണ്, നീ എന്തിനാണ് അങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചത്, ആ വീട്ടിലെ സ്വത്തുക്കളൊന്നും നിനക്ക് വേണ്ട, അതെല്ലാം പ്രണവിന് ശിവാനിക്ക് എഴുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാടാ വക്കീൽ നോട്ടീസ് അയച്ചത്, എന്ത് പാപാടാ ഞാൻ നിനക്ക് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ നിധി അമ്മ എന്താ പറയുന്നത്, ഗൗതം അയച്ചെന്നോ? അതെ ഗൗതം അയച്ചു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഈശ്വര, അപ്പോൾ ഇതിന് പിറകെ ശിവാനിയുടെ കളികളായിരുന്നു അല്ലേ, എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും വസുന്ധരൻ്റെ ഒന്നും ഇതിലില്ലല്ലോ, അപ്പോൾ ശിവാനി കളിച്ച കളിയാണ്. എന്തായാലും അത് ഇവിടെ പറയണ്ട, അതങ്ങനെയൊക്കെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ അയച്ചു എന്ന് കരുതിക്കോട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ എന്താടാ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയാത്ത, മര്യാദക്ക് പറയടാ, നീ എന്തിനാടാ ആ സ്വത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ നീ അയച്ചത്, നീ എൻ്റെ മകനാണ്, നിനക്കൊരു അവകാശം ആ വീട്ടിലുണ്ട്, എല്ലാ അവകാശങ്ങളും നീ വേണ്ടെന്ന് വെച്ച് നാളെ ഞാൻ നിന്നെ നോക്കിയിട്ടില്ലെന്ന് പറയോ, ഈ അമ്മയെ നീ വേണ്ടെന്ന് വെക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാറു എനിക്കെന്നും നീ എൻ്റെ അമ്മ തന്നെയാണ്, പക്ഷേ എന്ന് പറയുമ്പോൾ എന്നിട്ടാണോടാ നീ എന്നോട് ഈ പാപം ചെയ്തത്, എൻ്റെ സ്വത്തിൽ നിനക്കൊരു അവകാശമുണ്ട് എന്നുള്ളത് നിനക്കറിയില്ല, പിന്നെ എന്തിനാ നീ എന്നോട് ഈ തെറ്റൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട് കേട്ടാ. ആ സമയം കാണാം ഇങ്ങനെ നിധി ഗൗതം പാറു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നിധിയോട് ഒരക്ഷരം മിണ്ടില്ല. എന്നിട്ട് ഗൗതം പറയണേ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അമ്മ, ഇനിയുള്ളത് എൻ്റെ ഭാര്യ നിധിയാണ്, ഇവള് മതി എൻ്റെ സ്വത്ത്, വേറൊരു സ്വത്ത് എനിക്ക് വേണ്ട. അപ്പം അതിൻ്റെ അർത്ഥം എന്താടാ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്നല്ലേ നീ ആവശ്യപ്പെടുന്നത്, എനിക്ക് വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. അയ്യോ അമ്മ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, മിണ്ടണ്ട, നിന്നെ വളർത്തിയതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി, ഇനി മതിയായി, എല്ലാം കൊണ്ടും മടുത്തു എന്ന് പറഞ്ഞിട്ട് പാറോടെ നിന്ന് കരഞ്ഞു പോകുമ്പോൾ നിധി ഗൗതമിനോട് പറയണേ എന്തിനാണ് അമ്മയെ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നത്, പാറു പാവല്ലേ, വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ചില വേദനകൾ അനുഭവിച്ചാലേ എന്നിൽ നിന്ന് അകന്നു പോകുള്ളൂ, ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് അകൽച്ച കാണിച്ചാൽ എൻ്റെ അമ്മ എന്നെ അങ്ങ് മറന്നു പോകും, എന്നാൽ അടുത്ത് കാണിച്ചാൽ അമ്മ പിന്നെയും എന്നിലോട്ട് വരും എന്ന് പറയുന്നിട്ട്. ഈ സമയം ശിവാനിയാണെങ്കിലോ ഇങ്ങനെ CKCയെ കാണാൻ പോയിരിക്കുകയാണ്. അങ്ങനെ CKCയോട് കാര്യങ്ങൾ ചെന്ന് സംസാരിക്കുകയാണ്. ഇതാ പേപ്പറുകൾ, ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ച പേപ്പർ, എന്നാലും നീ ആള് മിടുക്കത്തി തന്നെ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ചെറിയ സന്തോഷം തോന്നി, പക്ഷെ അതത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ നേരിട്ട് എഗ്രിമെന്റിൽ അവൻ്റെ സൈന് കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമായി, എന്തായാലും നീ ആള് കൊള്ളാമെന്ന് പറയുന്നിട്ടോ. ഇനിയാണ് ശിവാനി CKCയുടെ യഥാർത്ഥ മുഖം കാണാൻ പോകുന്നത്.